യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 38-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വചനം. എന്റെ ആത്മാവ് അങ്ങയോടൊത്ത് ജീവിക്കും, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്റെ ജീവിതത്തിൽ കർത്താവിനോടൊത്ത് ജീവിക്കാൻ, കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കാൻ എനിക്കൊരു അഭിഷേകം വേണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ആഗ്രഹം മനസ്സിലുള്ളവരെല്ലാം ഈ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു ചൈതന്യം എൻ്റെ ഉള്ളിലേക്ക് നിറയണം. എനിക്കൊരു കർത്താവിന് വേണ്ടി ജീവിക്കണം, എനിക്ക് കർത്താവിനോടൊത്ത് ജീവിക്കണം. പൗലോസ്ലീഹ പറയുന്നത് പോലെ യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നെങ്കിൽ എൻ്റെ പ്രവർത്തികളെല്ലാം എങ്ങനെയാകും? വിശുദ്ധി നിറഞ്ഞതാകും, കരുണ നിറഞ്ഞതാകും, ക്ഷമയുള്ളതാകും, അഭിഷേകമുള്ള ജീവിതമായിട്ട് മാറും. ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ചുറ്റുപാടുകളിൽ മുഴുവനും എൻ്റെ വാക്കും പ്രവൃത്തിയൊക്കെ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ പരത്തുന്നതായിട്ട് മാറും. ഈ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും ചേർന്ന് ഒന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. മനസ്സിനൊന്ന് ശാന്തമാക്കാം, കണ്ണുകളൊന്ന് അടച്ച് കരങ്ങളൊന്ന് കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ കൃപയുടെ വഴികളിലൂടെ മുന്നേറാൻ എനിക്കൊരു അഭിഷേകം വേണം. ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ കുറെ കൂടെ പ്രകാശം പരത്തുന്നൊരു വ്യക്തിയായിട്ട് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും എനിക്ക് സാധിക്കുന്നില്ല. എൻ്റെ ആത്മാവിനെ ഉണർത്തി നന്മ പ്രവർത്തികളിലൂടെ എൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കണമെന്ന് എൻ്റെ ഹൃദയം വല്ലാതെ അഭിലഷിക്കുന്നുണ്ട്. എന്നാൽ ലോകപ്രലോഭനങ്ങളും അതിൻ്റെ വശ്യതകളും എന്നെ വല്ലാതെ വശീകരിക്കുമ്പോൾ ഞാൻ പാപത്തിലേക്ക് വഴുതി വീഴുന്നുണ്ട്. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ ചൈതന്യത്താൽ എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ ദിവ്യപ്രകാശത്താൽ എൻ്റെ ഉള്ളിലെ എല്ലാ അന്ധകാരാവൃതമായ അവസ്ഥകളെയും ഇല്ലായ്മ ചെയ്യണമേ. അവിടുത്തെ ദിവ്യപ്രകാശത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ. ആ പ്രകാശം അനേകരിലേക്ക് പടരട്ടെ. ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിലും സാഹചര്യങ്ങളിലുമൊക്കെ ആ പ്രകാശത്തിൽ സഞ്ചരിക്കുവാനായിട്ട് എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒരു പ്രത്യേക അഭിഷേകം ലഭിക്കട്ടെ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം നിറയാനുള്ള ദാഹത്തോടുകൂടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഒരു പുത്തൻ അഭിഷേകമായി എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് അറിയണമേ. ഒരു കൃപയുടെ ജീവിതം നയിക്കുക. പരിശുദ്ധ അമ്മയെ പോലെ കൃപ നിറഞ്ഞവളായിട്ട് മാറുവാൻ ആഗ്രഹത്തോടെ ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയുടെ അതിശക്തമായ മധ്യസ്ഥ സാന്നിധ്യമുള്ള ഈ ഇടത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുമ്പോൾ അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ വിശുദ്ധാത്മാക്കൾ രക്തസാക്ഷികളിൽ നിറഞ്ഞ അവരുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി അതേ ആത്മാവിന്റെ കൃപാഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ ഉണരണമേ, 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 ഉണരണമേ. ആത്മാവേ അഭിഷേകം ചെയ്യണം. കൃപയാൽ, കൃപയാൽ ജ്വലിപ്പിക്കണമേ. ആരാധന, 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 ആരാധന. എല്ലാവരും സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആത്മാവിൽ നിറയാൻ ദാഹത്തോടെ കരങ്ങളടിച്ച് ചേർന്ന് പാടി പാടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഓരോ മനസ്സുകളും ശക്തിയുള്ളതായിട്ട് മാറട്ടെ. ഓരോ ജീവിതങ്ങളും ഉണരട്ടെ, ആത്മാവിൽ പൂരിതമാകട്ടെ. പരിശുദ്ധാത്മാവേ, ആത്മശക്തി നിറയട്ടെ. ആമേൻ, ആമേൻ. കൃപാഗ്നിയാ, ആത്മാവേ കരങ്ങൾ വീശി ദാഹത്തോടെ ചേർന്ന് പാടിക്കേ. മാലാഖമാരുടെ, വിശുദ്ധാത്മാക്കളുടെ, സ്വർഗീയ വ്യൂഹങ്ങളുടെ വലിയ നിരയോട് ചേർന്ന് അവരുടെ ജീവിതങ്ങളെ നയിക്കുന്ന ദൈവശക്തി എൻ്റെ ജീവിതത്തെ നയിക്കുക ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓരോരുത്തരും അവരവരുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
വിശുദ്ധാത്മാക്കളുടെ രക്തസാക്ഷികളിൽ നിന്ന് നിറഞ്ഞ ദൈവത്തിന്റെ ചൈതന്യമായ അഭിഷേകം നിറയാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദൈവിക അഭിഷേകം വ്യാപരിക്കുന്നതെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നിറയണമേ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് നിറയണമേ. എൻ്റെ കുടുംബത്തിലേക്ക് നിറയണമേ. എൻ്റെ ബലഹീനതകളിലേക്ക് നിറയണമേ. എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളിലേക്ക് നിറയണമേ. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് നിറയണമേ. എൻ്റെ പാപജീവിതങ്ങളിലേക്ക് നിറയണമേ. എൻ്റെ തഴക്ക ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിറയണമേ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ബലഹീനതകളിൽ എന്നെ ബലപ്പെടുത്താൻ നിറയണമേ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് കൃപാഗ്നിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. നിറയണമേ പരിശുദ്ധാത്മാവേ, ആത്മാവേ നിറയണമേ. നിറയണമേ, ഹൃദയങ്ങളിലും നിറയട്ടെ. നിറയണമേ, കുടുംബങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ ഓരോരുത്തരും അമ്മയെപ്പോലെ കൃപ നിറഞ്ഞവരായി മാറാൻ, കൃപ കണ്ടെത്തിയവരായി മാറാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഓരോർമ്മ മനസ്സിലിങ്ങനെ വരിക. അപ്പം അമ്മച്ചി മരിച്ചിട്ടൊരു 10-14 വർഷമായി. അമ്മച്ചി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെ അവസാന നാളുകളിൽ അമ്മച്ചി ആശുപത്രി കൊണ്ടുപോകുന്നൊരു സമയത്ത് അമ്മച്ചിയോട് ഞങ്ങൾ പറയും, അമ്മച്ചി ഇവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് ആ ഡോക്ടറെ കാണാൻ പോകുന്നത്? അതിനെക്കാട്ടിന് സമർത്ഥനല്ലേ ഇവിടെയുള്ള ഡോക്ടർ. അപ്പം അമ്മച്ചി പറയുന്നൊരു കാര്യം ഞാൻ ഓർക്കാണ്, അയാൾക്കൊരു മനുഷ്യപ്പറ്റുണ്ട്, അതുകൊണ്ടങ്ങ് പോവാ. അയാൾക്കൊരാത്മാവുണ്ട്, അതുകൊണ്ടങ്ങ് പോവാ. അപ്പൊ ഞാൻ ഓർക്കുക ചെയ്തത്, സത്യം പറഞ്ഞാൽ അതും ഡോക്ടറാ ഇതും ഡോക്ടർ, അതും നേഴ്സ് ഇതും നേഴ്സ്. പക്ഷെ എന്തുണ്ട്? ഒരാത്മാവുള്ള ശുശ്രൂഷയുടെ വ്യത്യാസമുണ്ട്, ഒരാത്മാവുള്ള ജോലിയുടെ വ്യത്യാസമുണ്ട്. ഇത് ഏത് വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനാണ് അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ജീവിതത്തിൽ പല തസ്തികയിലുള്ള ആളുകളുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഓരോരുത്തരിലും അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൻ്റെ ഒരു വ്യത്യസ്തതയുണ്ട്. സോൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ വ്യത്യസ്തത. നമ്മളൊക്കെ പറയലേ, ഒരു മനുഷ്യപ്പറ്റുള്ള മനുഷ്യൻ, വെറും ദുഷ്ടൻ. ഇത് തമ്മിൽ വളരെ വലിയൊരു മാറ്റമുണ്ട്. ചില ആളുകൾ അങ്ങനാ. ചില നേഴ്സുമാരെ കണ്ടിട്ടില്ലേ, ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരത്ത് ഒരുമാതിരി മനുഷ്യനെ പേടിപ്പിക്കുന്ന രീതിയിലല്ലേ, എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതാണ്ട് കുത്തി കീറാൻ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്, ഇങ്ങോട്ട് കാണിച്ചേ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി മനുഷ്യൻ അപ്പം തന്നെ പേടിച്ചു പോകും. ചിലർ വളരെ സ്നേഹത്തോടുകൂടെ, ചേട്ടാ നമുക്കെന്നാ ഒരു ഇഞ്ചക്ഷൻ എടുക്കാമല്ലേ, കുഴപ്പമൊന്നും ഉണ്ടായില്ല, വേദനയൊന്നുമില്ല, പെട്ടെന്ന് ചെറിയൊരു മരുന്നേ ഉള്ളൂ, കണ്ടോ അതിനകത്ത് എന്തുണ്ട്? അതിനകത്തൊരു ആത്മാവില്ലേ? ഇതെല്ലാ സ്ഥിതിയിലും ഉണ്ട്. അപ്പൊ ഈ ആത്മാവുള്ളവരുണ്ട്, ആത്മാവില്ലാത്തവരുണ്ട്. പ്രിയപ്പെട്ട ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണിത്. ഇവിടെ വെച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നേഴ്സസ് മീറ്റ് നടന്നു. അപ്പോൾ അന്ന് ഞാൻ ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് ഈ നേഴ്സുമാരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഒരു പൊതു ചർച്ച വന്നപ്പോൾ അവർ ആ കാര്യത്തെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് പ്രതിപാദിച്ച് അവർ പറയാണ്, ഇങ്ങനെയും ഒരു നേഴ്സിനെ കുറിച്ചുള്ള ചിന്ത എത്ര സുന്ദരമാണ്. അതായത് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഒരു ജോലിയുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട് എന്നതൊന്നുമല്ല, മറിച്ച് എങ്ങനെയും ആയി മാറാനായിട്ട് എനിക്ക് പറ്റും. ഇവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന ഓരോ വ്യക്തികൾക്കും സാന്ത്വനം പകരാനും നിങ്ങൾക്ക് പറ്റും, അസ്വസ്ഥത ഉണ്ടാക്കാനും നിങ്ങൾക്ക് പറ്റും. ഇത് തീരുമാനിക്കുന്നത് നിങ്ങളാ.
എൻ്റെ ജീവിതത്തിൽ ഇന്ന് എനിക്ക് പ്രശ്നമാണ്, എനിക്ക് അസ്വസ്ഥയാണ്, എനിക്ക് ദേഷ്യമാണ്. ഇത് കടന്നു വരുന്ന ആളുകളുടെ അടുത്ത് മുഴുവനും മെക്കിട്ടുകയറ്റത്തിൻ്റെ ഒരവസ്ഥാവിശേഷം സൃഷ്ടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? കടന്നു വരുന്നവരൊക്കെ അന്ന് മുറിവേറ്റേ പോകത്തുള്ളൂ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള മുറിവ്, എൻ്റെ അസ്വസ്ഥത, ഇതിനെ അതിലംഘിക്കുന്ന ഒരു നന്മയുടെ ആത്മാവ് എന്നിലുണ്ടെങ്കിലോ എനിക്കവരോട് സ്നേഹത്തോടെ ഇടപെടാൻ പറ്റും, എനിക്കൊരു സാന്ത്വനം കൊടുക്കാൻ പറ്റും. എൻ്റെ സാമീപ്യം, എൻ്റെ ശുശ്രൂഷകൾ അവരുടെ ജീവിതങ്ങളിലേക്ക് കൊടുക്കുന്നൊരു ഹീലിംഗ് ഉണ്ട്. ചില ഡോക്ടേഴ്സിനൊക്കെ നമ്മളിങ്ങനെ കണ്ടുമുട്ടിയിട്ടില്ല, എന്തൊരു ഇടപെടലാണ് അവർ. ചില കച്ചവടക്കാരെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ബിസിനസ് ട്രിക്ക് എന്നൊക്കെ പറയും. പക്ഷെ എന്തോ ഒരാത്മാവുണ്ടില്ല അവർക്ക്. അവിടെ കയറിയ നമ്മൾ സാധനം നോക്കാൻ പോയതാണെങ്കിൽ പോലും ചിലപ്പോൾ വാങ്ങിപ്പോകും. ചില ഡോക്ടേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറയാറില്ലേ, ഒരുമാതിരി വെട്ടുപോത്ത് കണക്കിരിക്കുക. അതെല്ലാ വിഭാഗത്തിലും ഉണ്ടാവും, വെട്ടുപോത്ത് കണക്ക് നിൽക്കുകയെന്ന്. അതേസമയം ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മളൊന്ന് ചെന്ന് അവർ മരുന്ന് തന്ന് അവരുടെ ആ സാമീപ്യം കൊണ്ട് തന്നെ പകുതി അസുഖം മാറാറുണ്ട് ഇല്ലേ? അതെന്താണത്? നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നതും ചിന്തിക്കുന്നതും ഇതിനെക്കുറിച്ചാണ്. ഈ നേഴ്സുമാരിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഇടവകയിലെ മകൾ എന്നോട് പറഞ്ഞൊരു കാര്യം അവളുടെ വിവാഹത്തെക്കുറിച്ചാണ്. അപ്പോൾ അവളെന്നോട് പറഞ്ഞാ, കല്യാണം കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വയസ്സ് 26 കഴിഞ്ഞ് 27 പോവാ. എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് മടിയാ. ഈ കാലത്ത് നമ്മുടെ ക്രിസ്ത്യൻ പിള്ളേർ കുറേ പേർ അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളൊക്കെ ഇപ്പോൾ എടുക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് പയ്യെ മതി എന്നുള്ളൊരു ചിന്ത അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് എന്താ ഇതിങ്ങനെ മാറ്റി വെക്കാനായിട്ടുള്ളൊരു തോന്നലുണ്ട്. അതല്ലേ നിനക്ക്? അപ്പോൾ പറഞ്ഞ അച്ഛാ അങ്ങനല്ല, എന്തോ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പം എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഞാൻ ഈ വിവാഹത്തെക്കുറിച്ചൊരു വാക്ക് ഈശോ പറഞ്ഞത് മത്തായി സുവിശേഷത്തിൽ 19:11 കിടക്കുന്ന അവളോട് പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. വിവാഹത്തെക്കുറിച്ച് ഈ ഫരിസയരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കൃപ ലഭിച്ചവരല്ലാതെ ആരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വെക്കുന്നത് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല, വൈദിക സന്യസ്ത ജീവിതത്തിൽ മാത്രമല്ല, നീ വ്യാപരിക്കുന്ന ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഈ ഒരു വ്യതിരക്തത ഇങ്ങനെ തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ കൃപയുള്ള ഒരു വ്യക്തിയായിട്ട് നീ ചെയ്യുന്ന ജോലിയിൽ സന്തോഷത്തോടെ നിനക്ക് വ്യാപരിക്കാൻ പറ്റും. ഒരു കൃപയില്ലാതെ ഇങ്ങനെ ജീവിച്ച മറ്റുള്ളവർക്ക് അസ്വസ്ഥതയും അന്ധകാരവും പടർത്തി നിനക്ക് ജീവിക്കാനും പറ്റും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഈ കൃപയെ 3 തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. ഒന്നാമതായിട്ട് ചില വ്യക്തികൾ ഈ കൃപ വർദ്ധിപ്പിക്കുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ ലൂക്കാസ് സുവിശേഷത്തിന്റെ 1:28 പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. 30 വീണ്ടും പറയാണ്, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, കൃപ കണ്ടെത്തിയ ഒരു ജീവിതം. ജെറമ്യയുടെ പുസ്തകത്തിന്റെ 31-ാം അധ്യായം 2-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അപ്പൊ ജീവിത പ്രതിസന്ധികളാകുന്ന വാളുകളെ അതിജീവിക്കുന്നവര് എന്ത് കണ്ടെത്തുന്നുണ്ട്? കൃപ കണ്ടെത്തുന്നുണ്ട്. എങ്ങനെ അതിജീവിക്കുന്നവര്? ദൈവത്തിന്റെ ശക്തിയാൽ അതിജീവിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതങ്ങളിൽ കൃപ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് പ്രകൃതിക്ഷോഭത്തിലും തളരാത്ത ഒറ്റത്തടിയൻ വടവൃക്ഷം നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക. അവരുടെ ജീവിതങ്ങളിൽ ചില ചൈതന്യമുണ്ട്. ചിലതൊക്കെ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളായിട്ട് നമുക്ക് തോന്നും, പക്ഷെ അവരുടെ വേരാഴത്തിൽ പോയിരിക്കുക, മറിച്ചിടുക സാധ്യമല്ല. ഒരു പ്രകൃതി ശക്തിക്കും ഒരു പ്രതിസന്ധിക്കും ഒരു പ്രലോഭനത്തിനും മറിച്ചിടാൻ സാധിക്കാത്ത കരുത്താർജിച്ച് നിൽക്കുന്ന കഴമ്പുള്ള കാമ്പുള്ള ജീവിതങ്ങളെ നമ്മളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികളും അസ്വസ്ഥതകളും പ്രലോഭനങ്ങളും ഉടലെടുക്കുമ്പോ മറിഞ്ഞു വീഴാൻ, തളർന്നു പോകാൻ കാരണം എന്താണ്? ഈ കൃപ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. പറയാവോ ഹല്ലേലൂയ? ഇന്ന് ചോദിച്ചു വാങ്ങേണ്ടത് കർത്താവിനോട് ഈ കൃപയോ, അതായത് വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയുടെ ഊഷരതയിലെ ഏകാന്തതയിലോ ഒറ്റപ്പെടലിലോ ദൈവിക സംരക്ഷണത്തിന്റെ കൃപ കണ്ടെത്തിയെങ്കിലോ നമ്മുടെ ജീവിതങ്ങളിലോ ഇതേ കൃപ ഈ നാളുകളിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നേടിയെടുക്കണം. അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്? ഞാനത് ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടത് തന്നെയാണ്. എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെ ഇങ്ങോട്ട് പാസ് ചെയ്ത് വരുന്ന ഒന്നത്.
പക്ഷെ അത് സൗജന്യമായിട്ട് കിട്ടുന്നതാണ് ദാനം. നിന്റെ ജീവിതത്തിൽ ഈ കൃപ എത്രമാത്രം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാകുന്നോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ വളർച്ച. അതിനനുസരിച്ച് ജീവിതം ഫലദായകമായിട്ട് മാറും. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്ന ജീവിതം എന്നൊക്കെ പറഞ്ഞ ഈ കൃപ നിറഞ്ഞ ജീവിതം, അതാണ് പ്രാരംഭത്തിൽ നമ്മൾ പാടി വെച്ചത്, കൃപാഗ്നിയാൽ ജ്വലിപ്പിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൃപാഗ്നിയാൽ ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച ജീവിതങ്ങളെ കുറിച്ചാണ്. ഈ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്ന കണക്കിന് ഒരു പ്രതിസന്ധിക്കും അവരുടെ ജീവിതങ്ങളെ തളർത്താനാകാത്ത വിധത്തിൽ ബലം പ്രാപിച്ച് നിൽക്കുന്ന ജീവിതമായിട്ട് മാറുന്നു. രണ്ടാമതൊരു ജീവിതം എന്ന് പറയുന്നത് ഈ കൃപ നഷ്ടപ്പെടുത്തുന്ന ജീവിതമാണ്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ലഭിച്ച കൃപ ഞാൻ നഷ്ടാക്കി കളഞ്ഞിട്ടില്ല. ഏത് ജീവിത വിളിയിലും കൃപ നഷ്ടപ്പെടുത്തുന്നവരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആളുകളിലൊക്കെ ചിലപ്പോൾ പൗരോഹിത്യ സമർപ്പിത ജീവിതങ്ങളൊക്കെ ഒരുപാട് വിമർശനത്തിന് വിധേയമാകാനായിട്ടുള്ള കാരണങ്ങളിലൊന്ന് ഈ കൃപ എവിടെയൊക്കെയോ നഷ്ടപ്പെടുത്തിപ്പോയ ചില ദയനീയമായ സ്ഥിതികളാണ്. ചെറിയ ജോലികൾ ചെയ്യുന്നവർ മുതൽ വലിയ തസ്തികയിലുള്ളവർ വരെ കൃപ നഷ്ടപ്പെടുത്തുന്നതായ ശോചനീയ അവസ്ഥകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുക. കൃപ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? അതുവഴി ഒരുപാട് പേരുടെ ജീവിതങ്ങളെ ഇങ്ങനെ കൃപ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അത് പര്യാപ്തമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഒരു വ്യക്തി കൃപ നിറഞ്ഞ വ്യക്തിയായിട്ട് മാറുമ്പോൾ അത് അനേകരുടെ ജീവിതങ്ങളിലേക്ക് ഈ കൃപയുടെ പ്രകാശം പരത്താനായിട്ട് കാരണമാകുന്നത് പോലെ തന്നെ കൃപ നഷ്ടപ്പെട്ട ഒരു ജീവിതത്തിന്റെ സാമീപ്യം, അതിന്റെ വാക്കുകൾ, അതിന്റെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ കൃപയെ കൂടെ ഇല്ലായ്മ ചെയ്ത് മറ്റുള്ളവരെ കൂടെ അന്ധകാരത്തിലാക്കാനായിട്ട് പര്യാപ്തമാകുന്നുണ്ട് എന്നത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ചില സമൂഹത്തിൽ ഇങ്ങനെ ചില വ്യക്തികൾ ഇങ്ങനെ ഇരുളിമ പരത്തിക്കൊണ്ടിരിക്കും. കണ്ടതിനും കേട്ടതിനും ഒക്കെ കുറ്റവും കുറവും പോരായ്മയും മാത്രം പറഞ്ഞ് ജീവിക്കുന്നവരാ. ഈ സെമിനാരികളിലും സന്യസ പരിശീലന കേന്ദ്രങ്ങളിലുമൊക്കെ ഒരു വ്യക്തി ഇങ്ങനെ അസ്വസ്ഥ സൃഷ്ടിക്കുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ അധികം കാലം ആ വ്യക്തികളെ അവർ തുടരാൻ അനുവദിക്കരുതെന്ന് പറയാറുള്ളത്. അതിന് കാരണം ഇത്രേ ഉള്ളൂ, ആ ഒരു വ്യക്തിയുടെ വാക്കും പ്രവർത്തികളും എന്തിന് കാരണമാകാം? കൃപയുള്ള ചില വ്യക്തികളുടെ കൃപ കൂടെ ചോർത്തിക്കളയാനായിട്ട് പര്യാപ്തമായിട്ട് തീരാം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു സത്യവും കൂടെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃപയുള്ള ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? എൻ്റെ ജീവിതത്തെ ഈ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ സ്വാധീനിക്കാം. ഈ ഒരു ഇരുളിമ ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് പടരാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത് കൃപയുള്ള കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം, അഭിഷേകമുള്ള വ്യക്തികളോട് ചേർന്ന് നിൽക്കണം. അനുഗ്രഹമുള്ള വ്യക്തിയായി കുടുംബമായിട്ട് എൻ്റെ ജീവിതം മാറണമെങ്കിൽ ഞാൻ അപ്രകാരം ചിന്തിക്കാനായിട്ട് പര്യാപ്തമാകണം. ചില ദേശത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, സാംസ്കാരികമായിട്ട് യാതൊരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അവസ്ഥ. അവരുടെ സംസാരം, അവരുടെ പ്രവർത്തികൾ, അവരുടെ നോട്ടം, പെരുമാറ്റം ഓരോന്നും ഇങ്ങനെ അസ്വസ്ഥ ഉളവാക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ അല്പസമയം ചെലവഴിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്താണ്? ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുന്നത് മുഴുവനും ഈ നെഗറ്റീവ് കിരണങ്ങളാ. കാണുന്നത് മുഴുവനും ഒരു മഞ്ഞ കണ്ണോടുകൂടെ മാത്രമാണ്. നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും അശ്ലീലതയും അശുദ്ധിയും അസ്വസ്ഥതയും അസമാധാനവും സൃഷ്ടിക്കാനായിട്ട് പര്യാപ്തമായിട്ട് തീരുന്നത് മാത്രമാണ്. ചില ദേശങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം. ഞാൻ പറയുന്നത് നമ്മൾ ഉടനെ തന്നെ ആ ദേശം വിട്ട് ഓടിപ്പോകണമെന്നല്ല, മറിച്ച് അവിടെ ആയിരുന്നു കൊണ്ട് ഒരു കൃപയുടെ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള കടമ നമുക്കുണ്ട്. ചിലരൊക്കെ ഈ നാളുകളിൽ പൗരോഹിത്യ സന്യസ്ത ജീവിതത്തിന്റെ വഴികളെ തടഞ്ഞു നിർത്താനായിട്ടും അവരെ പിൻവലിക്കാനായിട്ടും പിന്തിരിപ്പിക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നവരുണ്ട്. നീ നോക്കടാ, കണ്ടില്ലേ ആ അച്ഛൻ്റെ കുഴപ്പം, നീ നോക്കടേ ഈ സിസ്റ്ററിന്റെ കുഴപ്പം. പ്രിയപ്പെട്ടവരെ, വെറുതെ ദൈവിക കാര്യങ്ങളിൽ നീ തീരുമാനമെടുത്ത് ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് പര്യാപ്തമാകരുതേ. അവർ കടന്നു പോകേണ്ട വഴികളെ നയിക്കേണ്ടത് ദൈവമാണ്. അവരോരോരുത്തരും ചിന്തിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ ഒരു സത്യമുണ്ട്. ഞാൻ ആ അച്ഛനെ കണ്ട് ഈ സിസ്റ്ററിനെ കണ്ട് ഇറങ്ങിയതല്ല എൻ്റെ ജീവിതത്തിലേക്ക്, മറിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിയത് എൻ്റെ കർത്താവിനെ കണ്ട. കൃപ കിട്ടുന്ന വഴി അവിടാ, കൃപയുടെ ഉറവിടം അവിടാ. ആ കൃപയുടെ ഉറവിടത്തിൽ നിന്ന് മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ആത്മനദി ഒഴുകി വരേണ്ടത്. ഞാൻ അവരെ നോക്കി ഇവരെ നോക്കിയല്ല ഈ ലോകത്ത് സഞ്ചരിക്കേണ്ടത്. ഞാൻ നോക്കേണ്ടതൊക്കെ കർത്താവിന് നേരാ. പത്രോസ് എപ്പോഴാണോ തമ്പുരാന്റെ മുഖത്ത് നിന്ന് കണ്ണു പറിച്ച് ചുറ്റുപാടും ഉയരുന്ന തിരമാലകളിലേക്കൊന്ന് നോക്കിപ്പോയത്, അപ്പൊ താന്നുപോയി. ഈ ജീവിതമൊക്കെ ഇങ്ങനെയാന്നേ.
എവിടാണോ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ മുഖത്ത് നിന്ന് കണ്ണു പറിച്ച് ലോകത്തേക്ക് നോക്കുന്നത്, അത് ചിലപ്പോൾ പ്രലോഭനങ്ങളിലേക്കാകാം, അത് ചിലപ്പോൾ ജീവിതത്തിൽ ഉയരുന്ന ചില തിരമാലകളിലേക്കാകാം, ചിലപ്പോൾ ചില പ്രതിസന്ധികളിലേക്കാകാം, എൻ്റെ ജീവിതത്തിൽ അടയ്ക്കപ്പെട്ട ചില വാതിലിന് മുമ്പിൽ ഞാൻ പകച്ചു നിൽക്കുന്ന അനുഭവമായിരിക്കാം. പ്രിയപ്പെട്ട മകനെ, മകളെ, നീ അങ്ങോട്ട് നോക്കരുത്. നീ സ്തേഫാനോസിനെ പോലെ സ്വർഗത്തിലേക്ക് നോക്കണം. കല്ലെറിയാൻ വന്നവരുടെ കല്ലിലേക്കല്ലല്ലോ സ്തേഫാനോസ് നോക്കിയത്, അവൻ നോക്കിയത് സ്വർഗത്തിലേക്കാ. എന്ത് കണ്ടു? സ്വർഗം തുറക്കപ്പെടുന്നത് കണ്ടു. മനുഷ്യപുത്രൻ ദൈവത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടു. മാലാഖമാരെ കണ്ടു. നിന്റെ ജീവിതത്തിൽ നീ ലോകത്തിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോ ഈ കൃപയുടെ വഴികൾ നിനക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുക. ഈ ലോകത്തിൽ നീ ദൈവത്തിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുക. ഇതാണ് കൃപയുടെ വഴി എന്ന് പറയുന്നത്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ജീവിതത്തിൽ മൂന്നാമതൊരു കൂട്ടരെന്ന് പറയുന്നത് ഈ കൃപ സൂക്ഷിക്കുന്നവരാ. എങ്ങനെ? ഇതിങ്ങനെ വെച്ചേക്ക. ഈ കൃപ, ഈ താലന്ത് കിട്ടിയതിൻ്റെ കാര്യം കർത്താവ് പറയുന്നതാ. എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഈ താലന്ത് മെല്ലെ മണ്ണൊന്ന് മാന്തി അതിനകത്ത് കുഴിച്ചിട്ട് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുക. നിന്റെ ജീവിതത്തിൽ ലഭിച്ച കൃപയുടെ താലന്ത് കുഴിച്ചിടാനുള്ളതല്ല, വിളക്ക് കൊളുത്തുന്നത് പറയുടെ കീഴിലോ കട്ടിലിനടിയിലോ വെക്കാനല്ല, പീഠത്തിന്മേൽ വെക്കാനാ. ഓരോ ക്രിസ്ത്യാനി ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ടോ? നിന്റെ ജീവിതത്തിലെ സമ്പത്തായിക്കോട്ടെ, നിന്റെ ജീവിതത്തിലെ സ്ഥാനമാനങ്ങളായിക്കോട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള കരുണയായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, വിശുദ്ധി ആയിക്കോട്ടെ, ചൈതന്യം ആയിക്കോട്ടെ, ഇതിങ്ങനെ മൂടി വെച്ചിട്ട് കാര്യമില്ലെന്നേ. ചിലത് പറയും, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ആർക്കും ഉപകാരവും ചെയ്യല, എന്തിനിങ്ങനെ ജീവിക്കുന്നെന്ന്. ഇങ്ങനെയുള്ള കുറെ ആളുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിന്റെ ദയനീയമായ സ്ഥിതിവിശേഷം ഇന്നുണ്ട് കേട്ടോ. ഞാൻ ആർക്കും ഒരു ഉപദ്രവമില്ല, ഒരു ഉപകാരമില്ല, എന്തിനു ജീവിക്കുന്നെന്ന് അറിയാമല്ലോ കേട്ടോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിലോ അവൻ ദൈവത്തിന്റെ കൃപയാൽ നിറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് കടപ്പെട്ടവരാ. എന്ന് പറഞ്ഞാൽ നിന്റെ കൃപ നീ വെറുതെ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ളതല്ല, അത് അടച്ചു വെക്കാനായിട്ടുള്ളതല്ല, മറിച്ച് അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകാശമായിട്ടെന്നും തെളിഞ്ഞു നിൽക്കാനുള്ളതാ. പൂരവിളക്ക് പോലെ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന ജീവിതമായിട്ട് മാറേണ്ടതാ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഒരു കത്തോലിക്ക കൂട്ടായ്മയിൽ പറഞ്ഞത്, കത്തോലിക്കൻ പീഠത്തിന്മേൽ വെക്കപ്പെട്ട വിളക്ക. ഏത് തസ്തികയിൽ നീ ആയിക്കോട്ടെ, ഒന്നും വേണ്ട, ഒരു അടുക്കള പണിയെടുക്കുന്ന ഒരു അമ്മച്ചി ആയിക്കോട്ടെ, വേണ്ട ഒരു കട്ടിലിൽ നാളുകളായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ നീ, പക്ഷെ നിന്റെ ജീവിതത്തിൽ കൃപയുണ്ടെങ്കിലുണ്ടല്ലോ, വരുന്നവർക്കൊക്കെ നിന്റെ പുഞ്ചിരി, നിന്റെ സ്നേഹപൂർവമായ വാക്കുകൾ, ഇത് കൊടുക്കുന്ന ഒരു സാന്ത്വനമുണ്ട്. അവർ വലിയ സഹതാപത്തോടെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവരിലേക്ക് കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ അവരിലേക്ക് കൊടുക്കുന്ന ഒരു ആത്മബലമുണ്ട്, അവരിലേക്ക് നീ അറിയാതെ പകർന്നു കൊടുക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചമുണ്ട്. ഇത് പറ്റത്തില്ലേ? അതുകൊണ്ട് ഇത് അസാധ്യമാണ്, എനിക്കിതിനകത്ത് റോളില്ലെന്ന് പറയരുത്. റോളുണ്ട് നമുക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് തീരുമാനം എടുക്കേണ്ടത് ഇതാണ്. ഞാൻ ഈ ഒരു ജീവിതസ്ഥിതിയിലായിരിക്കുന്ന വ്യക്തിയാണ്. വൈദികനാകാം, സന്യസ്തയാകാം, ഒരു കുടുംബത്തിൽ അപ്പനാകാം, ഒരമ്മയാകാം, ഒരു മകനോ മകളോ ആരും ആയിക്കോട്ടെ, നീ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിനക്ക് പ്രകാശം വരുത്താൻ പറ്റത്തില്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹത്തോടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നും പറ്റാത്ത പെണ്ണിനെല്ലാം കെട്ടിച്ചു വിടല്ലേ. കൃപയില്ലാത്ത ജീവിതങ്ങൾ ഇങ്ങനെ പോയാൽ അത് നാശത്തിന് കാരണമാകുന്നത്. കാരണം എന്താണ്? നിങ്ങൾ ചിന്തിച്ചേക്കരുത് വൈദികന് കൃപ വേണം, സിസ്റ്ററിന് കൃപ വേണം. അല്ല, കുടുംബ ജീവിതത്തിൽ ആദ്യത്തെ കൃപ വേണം. ഒരു ബോധമില്ലാതെ, സ്നേഹിക്കാൻ അറിയത്തില്ലാത്ത, കരുണ കാണിക്കാൻ അറിയത്തില്ലാത്ത ഒരുത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിച്ചിട്ട് അവൻ പറയാണ്, എനിക്കിങ്ങനെ സ്നേഹിക്കാനൊന്നും അറിയത്തില്ല. നിനക്ക് ദേഷ്യപ്പെടാനും എടുത്തിയാടാനും അറിയാമല്ലോ, ഇല്ലേ? പക്ഷെ സ്നേഹിക്കാൻ അറിയാമല്ല. പിന്നെ എന്തിന് നീ ഈ പണിക്ക് നിന്നു? അതുകൊണ്ട് ഇത് നീ കണ്ടെത്തേണ്ട ഒരു എക്സെപ്ഷൻ അല്ല, അതിനെ ന്യായീകരിക്കാനും വയ്യ. മറിച്ച് നീ പഠിക്കണം എങ്ങനെ സ്നേഹിക്കണമെന്ന്. നിന്റെ ജീവിതത്തിൽ ഈ കൃപയില്ലെങ്കിൽ ആ ജീവിതം നീ തിരഞ്ഞെടുക്കാൻ നിൽക്കരുത്. അത് വൈദികരായാലും സന്യസ്തരായാലും ഏത് ജീവിത സ്ഥിതിയിലുള്ള വ്യക്തിയായാലും കൃപയില്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കരുത്. ഒരു ഡോക്ടറായാലും നേഴ്സായാലും ഒരു ടീച്ചറായാലും ഒന്നും വേണ്ട, ഒരു ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന വ്യക്തിയായാലും ഒരു വയലിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായാലും നന്മയുടെ ഒരു ചൈതന്യം, ഒരു കൃപ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നീ അതിന് നിൽക്കരുത്.
ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം. എവിടെയെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് പരിശുദ്ധ അമ്മയുടേതുപോലെ ഒരു കൃപയുടെ ജീവിതമാക്കി എൻ്റെത് മാറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഓരോ ജീവിതത്തിലും ഒരു കൃപയുടെ പ്രകാശം ഉണ്ടാകണം. അതിങ്ങനെ വർദ്ധിപ്പിക്കണം. അത് മൂടി വെക്കരുത്, അത് നഷ്ടപ്പെടുത്തരുത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ, ബലഹീനമായ എൻ്റെ ജീവിതാവസ്ഥകളെ മുഴുവൻ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക കർത്താവേ. അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ശക്തിയും ബലമാണ്. അങ്ങൻ്റെ ഉള്ളിലുള്ളപ്പോൾ അങ്ങാണ് എന്നിൽ പ്രവർത്തിക്കുക. എൻ്റെ കഴിവോ എൻ്റെ ശക്തിയോ എൻ്റെ സാമർഥ്യമോ അല്ല, നിൻ്റെ കൃപയാ. ഓ ദൈവമേ, മറ്റെന്തിലുപരി നിൻ്റെ സാന്നിധ്യം മതി. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യമാ. ഓ ദൈവമേ, മറ്റെന്തിലുപരി നിന്റെ സാന്നിധ്യം മതി. കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ച് കണ്ണുകളടച്ച് യേശുവിനെ സ്നേഹത്തോടെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ. നിൻ സന്നിധി മതി എന്നേശുവേ, നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. പൂർണ്ണമായ ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. സന്നിധി മതി എന്നേശുവേ, നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. എല്ലാ ദൈവമക്കളിലേക്കും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി നിറയട്ടെ. ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിലും ജീവിത വിളിയിലും സംതൃപ്തി കണ്ടെത്താനുള്ള അഭിഷേകം നിറയട്ടെ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വൈദികരിലും സന്യസ്തരിലും കുടുംബജീവിതം നയിക്കുന്നവരിലും ഏകസ്വരിലുമെല്ലാം അവരായിരിക്കുന്ന ജീവിതസ്ഥിതിയിൽ സന്തോഷം കണ്ടെത്താൻ, സംതൃപ്തി കണ്ടെത്താൻ അഭിഷേകം നിറയട്ടെ. യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന സാമീപ്യത്തിന്റെ സാന്നിധ്യത്തിന്റെ ആനന്ദം അനേക മനസ്സുകളിലേക്ക് ഇപ്പോൾ നിറയുന്ന ഒരു സമയമാണ്. മകനെ, മകളെ, ഈ തിരിച്ചറിവോട് നീ പ്രാർത്ഥിച്ച് ഇത് കർത്താവിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിലേക്ക് നിറയുന്നുണ്ട്. നിന്റെ ഉള്ളിലേക്ക് ദൈവസന്നിധി ശക്തി നിറയുന്നുണ്ട്. നിന്റെ ജീവിതത്തിലേക്ക് ഒരു അഭിഷേകം നിറയുന്നുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ്, ദൈവിക ശക്തി ഓർത്ത് നന്ദി പറയുന്നേ, ദൈവിക കൃപാവരത്തിന്റെ നിറവോർത്ത് നന്ദി പറഞ്ഞ്, യേശുവേ യേശുവേ, നിന്റെ സാന്നിധ്യം എത്രയോ മഹനീയമാണ്. നിന്റെ സാന്നിധ്യം എത്രയോ മഹത്വം നൽകുന്നതാണ്. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ സമയത്ത് നിന്റെ ജീവിതത്തിലേക്ക് നിത്യ സാന്നിധ്യമായി കർത്താവ് നിറയുന്ന സമയമാണ്. ലോകാവസാനത്തോളം ഞാൻ കൂടെ ഉണ്ടാകുന്ന അടിച്ച കർത്താവ് നിറയുന്ന ഒരു സമയമാണ്. വിശ്വാസത്തോടെ യേശു നാമത്തെ സ്തുതിക്കട്ടെ. ആശീർവദിക്കണമേ യേശുവേ, ആശീർവദിക്കണമേ ദൈവമേ, കൃപ ചൊരിയണമേ കർത്താവേ. ആയിരിക്കുന്ന ജീവിത വെളിയില് അഭിഷേകത്തോടെ വ്യാപരിക്കാനുള്ള ശക്തി ഇപ്പോൾ അനേകം മക്കളിലേക്ക് അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. അനേക കുടുംബങ്ങളിൽ കൃപയുടെ അഭിഷേകം നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.